അല്ല, എനിക്ക് വേറെ സംശയമുള്ളത്, നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്തിനാണ് ഇങ്ങനെ ട്രംപിന്റെ മുട്ടിലെഴുതുന്നത്? ട്രംപിന് മുമ്പിൽ മുട്ടുമുടക്കി ഇന്ത്യയുടെ അഭിമാനം നഷ്ടപ്പെടുത്തി, അത് അദാനിക്ക് വേണ്ടിയിട്ടാണോ എന്നാണ് ഒരു സംശയം. അല്ല, അതിൽ സത്യത്തില് ട്രംപ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഒരു മാഗ്നറ്റ് ആണ്. അദ്ദേഹം ഒരിക്കലും ഇവിടെ രണ്ടാമത് തിരിച്ച് അധികാരത്തിൽ എത്തില്ല എന്ന ധാരണയാണ് ലോകം മുഴുവൻ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾക്ക്. പക്ഷേ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ലോകത്തിന്റെ ചക്രവർത്തി ആവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ട്, പദ്ധതി ഉണ്ടെന്ന്. ഇനി അടുത്ത ലോകക്രമം എങ്ങനെ വേണമെന്നുള്ളത്. ഞാൻ ഈ ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ ഞാനൊരു കാര്യം, ട്രംപ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഉക്രൈൻ യുദ്ധം, മറ്റേ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധങ്ങൾ കംപ്ലീറ്റ് അവസാനിക്കുന്നു. കാരണം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യമാണ് ഒന്നാം സ്ഥാനം. എപ്പോഴും ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചും ഒരു സമാധാനമുള്ള അന്തരീക്ഷം ആണെങ്കിൽ ബിസിനസ് എടുക്കുള്ളൂ. അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാര്യങ്ങളും ഗൾഫ് മേഖലയിൽ ലോകം മുഴുവൻ നടക്കണമെങ്കിൽ ലോകത്ത് മുഴുവൻ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാവണം. ഈ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ അധിപം വേണം. ഈ ലോക ആരംഭം മുതൽ ലോകാവസാനം വരെ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ എപ്പോഴും ആധിപത്യത്തിൽ ഉണ്ടായിരിക്കും. ഈ ആധിപത്യത്തിന്റെ കീഴിലേ മറ്റുള്ളവർ ഒതുങ്ങി നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് ഇതാണ് ട്രംപിന്റെ ലൈൻ. അപ്പൊ അയാൾ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയാ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലുള്ള നീക്കാണ്. പുറത്തേക്ക് ഒന്ന് പറയും, ഉള്ളില് മറ്റൊന്നാണ്. ഒരു വശത്തൊരു ഭീഷണി, മറുവശത്തൊരു മൃദു സമീപനം. അപ്പൊ ഇങ്ങനൊരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരിയായതുകൊണ്ട് ട്രംപിനെ പോലെയുള്ള ഒരു വ്യക്തിനെ ഒരിക്കലും പിണക്കാൻ ഒരാളും ധൈര്യപ്പെടില്ല. കാരണം ട്രംപിനെ പിണക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്ന അവസ്ഥയാണ്. കാരണം നമ്മൾ ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയായിട്ട് ഏതെങ്കിലും തരത്തിൽ പിണക്കം വന്നാൽ ഉടനെ തന്നെ ആൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യക്ക് ഒരു പണി തരാം, അതല്ലെങ്കിൽ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യക്ക് ഒരു പണി തരാം. അത് മാത്രമല്ല, ചൈനയുടെ അടുത്ത് പോലും അദ്ദേഹം പലതും ചെയ്യുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഭരണാധികാരിയാണ്. അപ്പോൾ മോദി എന്ന് പറഞ്ഞൊരു ചാണക്യ ബുദ്ധി എടുക്കുന്ന ആളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നവൻ്റെ അടുത്ത് മോഡി ഇടിച്ചു കയറും, നടക്കാത്തവൻ്റെ ആണെങ്കിൽ തന്ത്രത്തിൽ നിൽക്കുന്നു. ഇത് മോഡിയുടെ ഒരു നയമാണ്. കാരണം മോദി ഇപ്പോൾ നോക്കിയിട്ടുണ്ട്, ഖത്തറിൻ്റെ എന്താ പറയുക ഭരണാധികാരി ഇന്ത്യയിൽ വന്നു, സൗദിയായിട്ട് ബന്ധം, ഇറാനായിട്ട് നല്ല ബന്ധം, റഷ്യയായിട്ട് നല്ല ബന്ധം, ഉക്രൈനായിട്ട് നല്ല ബന്ധം, എല്ലാവരായിട്ടും ഭയങ്കര നല്ല തന്ത്രമന്ത്രങ്ങളിൽ ബന്ധം കാത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇന്തോനേഷ്യയായിട്ട് മനസ്സിലായില്ല, നമ്മൾ ശ്രദ്ധിച്ചറിയാം. അതുപോലെ ട്രംപായിട്ടൊരു ബന്ധം വെച്ച് ചാച്ചും ചെരിച്ചൊക്കെ മുന്നോട്ട് പോവാന്ന്. അപ്പൊ ട്രംപിനെ ഇപ്പൊ തൽക്കാലം പിണക്കാതെ ഇരിക്കുന്നുള്ളൊരു ചാണക്യ ബുദ്ധി ആണ് അതിന്റെ പിന്നിലുള്ളത്. മുട്ടിലറിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പുറത്തേക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ലോകമൊക്കെ അങ്ങനെ പറയുമെങ്കിലും അതിന്റെ പിന്നിലും മോദിയും ഒരു നമ്മൾ ചന്ദ്രഗുപ്തൻ മൗര്യന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ചാണക്യന്റെ തന്ത്രം എന്ന് പറഞ്ഞ പോലെ ചാണക്യ തന്ത്രത്തിലാണ് മോദി നീങ്ങുന്നത്. താപ്പ് തരം ആള് സന്ദർഭം ചാച്ചും ചരിച്ചും വെക്കാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തൽക്കാലം നമ്മൾ മോദിയെ കുറ്റം പറയുന്നതിൽ ശരിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാജ്യത്തിന്റെ സുരക്ഷയെ കരുതി ചില സമയത്ത് നമ്മൾ വലിയ മീനിനെ കാണുമ്പോൾ കണ്ണടക്കേണ്ടി വരുന്നു. ചെറിയ മീനിനെ പിടിച്ചു തിന്നും, വലിയ മീനിനെ കാണുമ്പോൾ കണ്ണടയ്ക്കും. ട്രംപ് ഒരു വലിയ മീനാണ്, അതിന് നേരെ തൽക്കാലം കണ്ണടക്കുകയാണ് ബുദ്ധി. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ.